അപ്പം അഡ്രിയാൻ ലൂണ പോലും ഇല്ലാതെ ഒരു ടീമിനെ മാനേജ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് കൊണ്ടുവന്ന് ഇവാൻ വുക്കോമാനോവിച്ചിനെ ഈഗോ മൂലം ഇവന്മാരെ ഷോട്ടി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു വനിതാ കമ്മീഷണർ പെണ്ണുപിള്ള പറഞ്ഞിട്ടല്ലോ എന്താ അനുഭവിച്ചോന്ന് അതേ ഇപ്പൊ പറയാനുള്ളൂ. ആശാനില്ലാതെ പാർട്ടി ഇല്ല, ആശാനില്ലാതെ പ്ലേ ഓഫും ഇല്ല. യുവമാരൊക്കെ കിടന്ന് അനുഭവിക്കുന്നതിനകത്ത് യാതൊരു കുറ്റവും ഇല്ല. ഇവാനെ കുറ്റം പറയാനും കുറെ അവന്മാരുണ്ടായിരുന്നു. ഇടയെ ബ്ലാസ്റ്റേഴ്സിനെ ബ്ലാസ്റ്റേഴ്സ് ആക്കിയത് ഇവാൻ തന്നെയാണ്. നമ്മളുടെ എല്ലാം സ്വപ്നങ്ങളെല്ലാം എവിടെയോ കരിഞ്ഞു വീണെടുത്തു നിന്നും വീണ്ടും സ്വപ്നം കാണാൻ, പ്രതീക്ഷകളുടെ ആകാശത്തേക്ക് പറന്നുയരാൻ, നമ്മളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് തുന്നി പിടിപ്പിച്ച സേവ്യർ തന്നെയാണ് ഇവാൻ വുക്കോമാനോവിച്ച്. ഇവാൻ വുക്കോമാനോവിച്ച് വരുന്നതിന് മുമ്പൊരു ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കൂടുതലൊന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങേര് നമുക്ക് വീണ്ടും ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറെ അവർക്ക് കുന്തളിപ്പ്, കൂടുതലൊന്നും പറയുന്നില്ല. ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഫൈൻ അടയ്ക്കാൻ പൈസ വാങ്ങിയ പിഴച്ച മാനേജ്മെന്റ് എന്ന പണക്കുതിയന്മാരുള്ള കാലത്തോളം നമ്മൾ തോറ്റാലും നാണം കെട്ടാലും അതിനൊന്നും ഒരു പ്രശ്നവും. ആ മനുഷ്യന്റെ കണ്ണീരിൽ നമ്മൾ ഇപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. വി ഹാവ് ടു പേ ഫോർ അവർ സിൻസ്. ഞാൻ എപ്പോഴും പറയുന്നത് ഐ ഹാവ് ടു പേ ഫോർ മൈ സിൻസ്. നമ്മളുടെ പാപങ്ങൾക്ക് നമ്മൾ അനുഭവിക്കണം മക്കളെ.